ദേ നമ്മളിന്ന് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുകയാണ്. കരളും കൂമ്പും വെച്ചിട്ട് ഒരു സ്പെഷ്യൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു മോഹൻലാൽ സ്പെഷ്യൽ ചിക്കൻ വിഭവമാണ്. ചിക്കൻ്റെ കരളും കൂമ്പുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കരളും കൂമ്പും മാങ്ങയും. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് മുറിച്ച് വൃത്തിയാക്കി എടുക്കാം. മീൻ കിട്ടാത്ത ഒരു ദിവസം 100 രൂപയുടെ കരളും കൂമ്പും വാങ്ങിയാൽ ഇതേപോലെ കറിയാക്കാം. കറിയല്ല നമ്മൾ വയ്ക്കുന്നത്, കുറച്ച് തേങ്ങ എടുത്ത് ചുട്ടെടുക്കാം. മോഹൻലാൽ ചിക്കൻ എന്നും പറഞ്ഞപ്പോൾ എല്ലായിടത്തും വീഡിയോ കാണുന്നുണ്ട്. നമ്മൾ വിചാരിച്ച് നമുക്കൊന്ന് വെറൈറ്റിയിൽ ഇങ്ങനെ ചെയ്യാമെന്ന്, കരളും കൂമ്പും വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് തേങ്ങ ചുട്ടെടുക്കുകയാണ്. വെളിയിലത്തെ അടുപ്പിലാണ് ചെയ്യാനുള്ള, പക്ഷേ അകത്ത് നമ്മൾ ചെയ്തത് പെരുമഴ കാരണമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇടികല്ലിൽ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം, നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, അങ്ങനെയുള്ള എല്ലാം കൂടെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് സെക്ഷൻ തിരിച്ചെടുക്കുകയാണ് കേട്ടോ. എല്ലാം കൂടെ, ചെറിയ ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ, സവാളയൊന്നും എടുത്തിട്ടില്ലേ. അപ്പോൾ ഇതൊന്ന് എളുപ്പത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടൊക്കെയാണ് കേട്ടോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കമൻ്റ് എഴുതണേ, അഭിപ്രായങ്ങളും പറയണം കേട്ടോ. പോരായ്മകളുണ്ടാവുമല്ലോ, അങ്ങനെ ഇല്ലാത്തൊരു വീഡിയോയൊന്നും അല്ലല്ലോ. കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു പലരും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ എന്നെക്കൊണ്ടാവുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ചട്ടിയിൽ വിറകിൽ അടുപ്പിൽ തന്നെ ഇത് ചെയ്യണമെന്നാണ് ടേസ്റ്റിൻ്റെ ഒരു ഗുണം വരുന്നത്. മോഹൻലാലിന് ഇപ്പോൾ വിറകടുപ്പിച്ച് ചെയ്യുമോ? ഇല്ലല്ലോ. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു മെത്തേഡ് അത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പക്ഷേ ഒന്ന് വെറൈറ്റിയിൽ ചെയ്യാമെന്ന് കരുതുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് ചട്ടി ഒന്ന് ചൂടാവാനായിട്ട് ഇങ്ങനെ തോടച്ചൊക്കെ മാറ്റി കൊടുത്തിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. നമ്മളൊരു 2-3 ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ കടുക് ഇങ്ങനെ പൊട്ടുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ഏലക്ക, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, കുറച്ച് അളവ് കുരുമുളക് ഇല്ലേ, ഇത്രയും പൊടിച്ച് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്, നല്ലൊരു മണമാണ്. ഇപ്പോഴേ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാമേ. അതിൻ്റെ കൂടെ നമ്മളെ ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ്. നമ്മുടെ ഒരു വീഡിയോ കണ്ടതിൽ പറഞ്ഞതാണ്, തിരുവനന്തപുരത്തുകാരാണോ അവർക്ക് മീൻകറി വയ്ക്കാൻ അറിഞ്ഞുകൂടാ, അയ്യേ അഴുക്ക മീൻകറിയാണ് എന്ന് കുറേ ആളുകൾ പറയുന്നു. ഇങ്ങനെയാണോ മീൻകറി വയ്ക്കുന്നത്? തിരുവനന്തപുരത്തുകാർക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയും നമ്മളെ മീൻകറിയാണ് നല്ലതെന്ന്, മറ്റുള്ളവർ പറയും അവരുടെ മീൻകറിയാണ് നല്ലതെന്ന്. ഇപ്പോൾ വെക്കാൻ അറിഞ്ഞുകൂടാ, നിങ്ങളുടെ ടേസ്റ്റ് കൊള്ളൂല, നമ്മളാണ് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് മോശമല്ലേ? നിങ്ങളെന്ത് പറയുന്നു? നിങ്ങളുടെ കമൻറ്റുകൾ പറയണേ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കറിയെന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാരുടേതാണ്. കൊല്ലത്തും വ്യത്യാസമല്ല, തിരുവനന്തപുരത്തും വ്യത്യാസമല്ല. പിന്നെ കോട്ടയത്തതും വ്യത്യസ്തമാണ്, വെറൈറ്റിയാണ്. നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. കോട്ടയത്തെ മീൻകറി പൊളിയാണ്. പക്ഷേ നമ്മൾ ഈ കഴിക്കുമ്പോൾ നമ്മളെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഒട്ടും ശരിയല്ലെങ്കിലും നമ്മൾ വാളംപുളിയെ ഉപയോഗിക്കുകയുള്ളൂ. ഈ മറ്റേ വടക്കംപുളി നമ്മൾ അതിന് വേറെ എന്താ പറയുക, വടക്കംപുളിക്ക് ഇതിനെ പറ്റി നമ്മൾ പറയുന്ന പേര് മറന്നുപോയി, പിണർപുളി എന്നൊക്കെ പറയും, വേറെ എന്താ പേര് പറയും. അപ്പോൾ നമ്മൾ ആ പുളിയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത്. നമ്മളത് ഉപയോഗിക്കില്ല, നമ്മൾ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, ശരീരത്തിന് നല്ലതുമല്ല. നമ്മൾ പക്ഷേ വാളംപുളിയെ ഉപയോഗിക്കൂ, നമുക്കതാണ് ടേസ്റ്റ്. മറ്റത് കൊള്ളൂലെന്നല്ല കേട്ടാ, നല്ലതാണ്. പക്ഷേ തിരുവനന്തപുരത്തുകാർക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് ഞാനൊരു സ്ഥലത്ത് മുട്ടിയിട്ടിരിക്കുകയാണ് ഇന്നലെ. തിരുവനന്തപുരത്തുകാർക്ക് കറി വയ്ക്കാൻ അറിയില്ല. തിരുവനന്തപുരത്തുകാരുടെ കറി എല്ലാം കഴിച്ചിട്ടുണ്ടോ എന്തോ ഈ പറയുന്ന ആൾക്കാർ. കുറ്റം പറയാനായിട്ട് കുറേ ആളുകൾ ഫേസ്ബുക്കിൽ വീഡിയോയിൽ, യൂട്യൂബ് വീഡിയോയിലൊക്കെ വരും. ചുമ്മാ ഞാൻ എൻ്റെ ചുറ്റുപത്രം ഇടുമ്പോൾ എന്തടി നിനക്ക് വൃത്തിയില്ലാത്തവളെ പോടി. ഇന്നലെ ഞാൻ ചരിഞ്ഞിരുന്നുള്ളൊരു വീഡിയോ എടുത്തു. ഞാൻ ഇരിക്കുമ്പോൾ ചരിഞ്ഞിരിക്കും, എൻ്റെ വീൽ ചെയറിൽ എനിക്ക് ഇരിക്കുന്ന രീതിക്കല്ലേ എനിക്ക് ഇരിക്കാൻ പറ്റൂ. അവ പറയണ നേരെ ഇരിക്കാൻ പോലും അവൾക്ക് പറ്റത്തില്ല. എന്തൊക്കെ പറയും, ഇത്രയും മോശമായി സംസാരിക്കുന്ന ആൾക്കാരോട് നമ്മൾ എന്തോന്ന് പറയാനല്ലേ. അപ്പോൾ ഇത് നന്നായി വഴന്ന് വരട്ടെ. നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് കാണിക്കാവേ. നന്നായിട്ട് വഴന്ന് വരപ്പോൾ നമ്മൾ ഒരു തക്കാളി ചെറുതായി മുറുക്കി കൊടുക്കുകയാണ്. മോഹൻലാൽ ഇങ്ങനെയാണ് അതുണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ഇതെടുക്കുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ടേസ്റ്റി ആയിരിക്കണം, നമുക്ക് ഈസി ആയിരിക്കണം. 100 രൂപയുടെ കരൾ വാങ്ങിയാൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റണം. അത്രയേ ഉള്ളൂ, അത്ര മാത്രം കേട്ടോ. നമ്മളിത് അത് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ
കരളും കൂമ്പും എല്ലാം ഇടുക. എനിക്ക് കൂമ്പാണ് ഇഷ്ടം, മറ്റേ ഹൃദയം കുറേ പതുക്കെ ഇളക്കാൻ പറ്റും. നമ്മുടെ കരളെന്ന് പറയുന്ന സാധനം കുഴഞ്ഞ് ഉടയരുത്. എന്നിട്ട് നമുക്കിതിനെ പയ്യെ 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 ഇളക്കി അടച്ചു വയ്ക്കാം കേട്ടോ. സെറ്റപ്പാണിത്. ഇതുപോലൊന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങൾക്കിഷ്ടമാകും. കോപ്പിറൈറ്റ് വരൂലല്ലേ ഞാൻ പാടിയാ? ഓക്കെ ഓക്കെ. നമ്മളിത് അടച്ചു വയ്ക്കും. ഉപ്പ് പിഴണോ? ഓ അല്ല, ഉപ്പ് വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ എന്നിട്ട് നമുക്ക് ഉപ്പ് വെള്ളം കുടഞ്ഞിട്ട് നമുക്ക് അടച്ച് വെച്ചിരുന്ന് വേവണം. ഈ കരൾ ഇഷ്ടപ്പെടുന്നവർ പറയണേ. എനിക്ക് സത്യം പറഞ്ഞാൽ കരൾ ഇഷ്ടമല്ല, കൂമ്പ് ഇഷ്ടമാണ്. മതി. അപ്പോൾ നമ്മൾ നമുക്ക് ഇളക്കി അടച്ചങ്ങ് വെക്കാം. അടച്ച് വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ തുറക്കാം. അപ്പോഴത്തേക്കൊക്കെ ഇത് വേവും. അങ്ങനെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാതെ ഇതിനെ നമ്മൾ വേവിച്ചെടുക്കണം. ഓക്കെ. ഇപ്പം തന്നെ അതിൽ വെള്ളം ഊരി ഇറങ്ങും. ഓക്കെ. ഇനി അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് കൊടുത്ത് നമുക്ക് ഇതിനെ വേവിക്കാമേ. ഇത് വിറകടുപ്പി വെക്കണം. സൂപ്പറാണ്. മഴയും പിടിച്ച് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് ചെയ്യുന്നത്. ഒന്നും കൂടെ ഇളക്കണ്ട. വെള്ളം ഉണ്ടല്ലേ അടിയിൽ? അപ്പോൾ നമ്മുടെ സാധനം തന്നെ വെന്ത് വരുന്നുണ്ട്. അടിയിൽ ഇങ്ങനെ വെള്ളം കിടപ്പുണ്ട്. അതിങ്ങനെ വേവട്ടെ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മസാലകൾ ചേർക്കാം. അതിൽ നിന്ന് നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ടേ. വറ്റൽമുളക് ചതച്ചതാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. മതി. വറ്റൽമുളക് ചതച്ചത് ഒരു ചെറിയ ടീസ്പൂണെന്നൊന്നും പറയാൻ പോലെ ഒരു കുഞ്ഞു സ്പൂണായിരുന്നു. ഇനി മല്ലിപ്പൊടി കുറച്ച് മതി. ഇനി മഞ്ഞൾപ്പൊടി അല്ലേ? ഇനി കുരുമുളക് പൊടി ഇടണം, അതുകൊണ്ട് അത്ര ഇട്ടാൽ മതി. ഇനി മഞ്ഞൾപ്പൊടി. തിരുവനന്തപുരത്തുകാർക്ക് വെക്കാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞ ആളുകൾക്ക് സമർപ്പിക്കുന്നു. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ പറയുന്ന ആൾക്കാർ ഈ ചൂരമീനെ കഴിക്കുന്നത് ഒരു പ്രത്യേക ഇന ആൾക്കാരെ കഴിക്കുള്ളൂ സ്ഥലത്താണ്. എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുകാർ ചൂരമീൻ കഴിക്കുന്ന ബോറ് തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. സത്യമായിട്ട് ഭയങ്കര ബോറാണ്. ചൂരമീൻ കഴിക്കാത്തതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞൂടാ. ചൂരമീൻ കഴിക്കുന്നതിന് തിരുവനന്തപുരത്തുകാർ മാത്രമാണ്. ആൾക്കാർക്ക് എന്തെങ്കിലും എടുത്ത് മൊബൈൽ എടുക്കണം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനം എടുത്ത് വെച്ച് നെറ്റ് ഉണ്ടല്ലോ, കയറി ഇരുന്ന് എന്തെങ്കിലും ആൾക്കാരെ വേണ്ടാത്തതൊക്കെ പറയും, കഷ്ടപ്പെടുന്നവരെ. ഓക്കെ. അതിന് നമുക്ക് കുരുമുളക് പൊടി ഇടാം. ഇനി തുറന്ന് തന്നെ വെക്കാം. വെള്ളം ഒന്ന് വറ്റട്ടെ. അപ്പോൾ നമ്മളാ സംഭവമാണ് തിളയ്ക്കുന്നുണ്ട. ഒരു തുള്ളി വെള്ളം നമ്മൾ ഒഴിക്കണ്ടല്ലേ, അതിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം വന്ന് രസം തന്നെ ഇങ്ങനെ കിടന്നങ്ങ് തിളക്കുകയാണ്. ഓഹോ. ഇത് ഈ ക്യാമറയിൽ ഇതുകൊണ്ടാണ് ഈ കളറേ ഇങ്ങനെ വരുമ്പോൾ കറക്റ്റ് കളറാവും. ഓക്കെ. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ വറ്റൽമുളക് ചാച്ചായിട്ടുണ്ട്. എരിവുണ്ട്. കളറല്ല മുമ്പിരിക്കുന്ന എരിവുണ്ട്. നമ്മൾ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറിന് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ഇനി നമ്മൾ ഒന്നും കൂടി ഇളക്കാം. ഇപ്പം നമുക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത്തിരി ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒത്തിളക്കാം. അല്ലെങ്കിൽ നമ്മളെ കരളി വേണ്ട, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരും. ഒഴിച്ചോ. കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് കോപ്പിറൈറ്റും കൂടെ വന്നാൽ പറ്റത്തില്ല. മതി പറയാൻ മറന്നുപോയി. ഒരു ഉള്ളിട്ടാൽ മതി. കാരണം നമ്മൾ പട്ട ഗ്രാമ്പൊക്കെ പൊടിച്ച് വെച്ചേക്കുന്നത് തന്നെ ഈ മസാലകളാണ്. അപ്പോൾ ഈ മസാല കൂടിപ്പോവും. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കും. ഉപ്പൊക്കെ ഉണ്ടാ? മല്ലിയിലയും കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയാണ് ഞരടി ഇടുന്നത്. കരിയാപ്പല ഇട്ടു. ഒരു അപ്പൂപ്പൻ ഇന്നാൾക്ക് അത് പറഞ്ഞപ്പോൾ ആൾക്കാർ കളിയാക്കുന്നു. അപ്പൂപ്പനെ കിളവാ വയസ്സാന്നൊക്കെ വിളിക്കുന്നു. ഈ ആൾക്കാർക്ക് എന്താ എന്തോ ചുമ്മാ ഇരുന്ന് ആൾക്കാർ കുറ്റം പറയും. ഇഷ്ടം മനുഷ്യ അത് എടുക്കാൻ കാണിക്കുന്ന ആ മനസ്സിനെയാണ് പ്രശംസിക്കാനുള്ളത്. മനസ്സിലായ? ഓക്കെ. എന്നാണ് ഈ ആൾക്കാരെല്ലാം നന്നാവുന്നത്. ഓക്കെ. ഒന്ന് ഇളക്കി വിട്ടു കൊടുക്കൂ. ഇളക്കിയിട്ട് നമ്മൾ പ്രധാന ഒരു കൂട്ടുണ്ടല്ലേ, അതിപ്പോൾ നമ്മൾ ചേർക്കും. അതാണ് എടുക്കുന്നത്. നമ്മളെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ യഥാർത്ഥ കൂട്ട് ചേർക്കുന്നത്. നമ്മൾ മിക്സിയിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. വറുത്തല്ല, പൊടിച്ച് നമ്മളെ ചുട്ട തേങ്ങ. ഈ ടേസ്റ്റ് നിങ്ങൾ അനുഭവിച്ചറിയണം. ഇതിൻ്റെ മണം ഭയങ്കര മണമാണ്. ഭയങ്കര ഒരു മണമാണ് വരുന്നത് കേട്ടോ. സത്യമായിട്ടും
ഞാൻ ഈ ഒരു ടേസ്റ്റിൽ ഇന്നത്തെ രുചി ഞാൻ നോക്കും. മോഹൻലാലേ, ഇന്നത്തെ രുചി ഞാൻ നോക്കും മോഹൻലാലേ. എല്ലാവരും ലാലേട്ടൻ എന്നല്ലേ വിളിക്കുന്നത്. ഞാൻ മോഹൻലാലെന്ന് വിളിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും അഹങ്കാരമാണെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടാ. എനിക്ക് ലാലേട്ടാന്ന് വിളിക്കാനുള്ള സ്നേഹമൊന്നും തോന്നുന്നില്ല മോഹൻലാലിൻ്റെ. മോഹൻലാലിന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടാന്നൊക്കെ വിളിക്കൂലേ ആൾക്കാർ. അവരിപ്പോൾ മൈൻഡ് പോലും ചെയ്യൂല നമ്മളെ. സാറെന്ന് വേണമെങ്കിൽ വിളിക്കാം. നമ്മൾ അവരെയൊക്കെ ബഹുമാനിച്ചൊക്കെ നിർത്താം. ഇല്ലേ നിൻ്റെ അഭിപ്രായം? ഇതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. കരളേ, എൻ്റെ കരളേ. ഓക്കെ. ഇനി ഇതിനെ ഒന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. ഉപ്പുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ദേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. അതെന്തൊരു സ്പൂൺ, ഒരു കൊച്ചു സ്പൂണിലാണ് എനിക്ക് ചോറ് വിളമ്പിയത്. അത് കണ്ടാണ് ഞാൻ ചിരിക്കുക. ഇന്നൊരു സ്പെഷ്യലുണ്ട്. ഇന്നത്തെ സ്പെഷ്യല് എന്താ എന്നും ഉള്ളതാണ് അവിയൽ. ഞാൻ കാണിച്ചു തരാം. ഞാൻ ക്യാമറ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ വയ്ക്കണേ, എന്നാലേ സ്പെഷ്യൽ കാണിക്കാൻ പറ്റൂ. മതി. ഇത് കാണാൻ ഈ ഇതിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു സാധനമാണ്. ഇത് കണ്ണിമാങ്ങ വെച്ചോ, ഞാൻ ഇങ്ങോട്ട് കാണിച്ചോളാം. എൻ്റെ ക്യാമറ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് കണ്ണിമാങ്ങയുടെ മസാല ചാറെന്ന് പറയും. ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹൻലാലിൻ്റെ സ്പെഷ്യലാണ്. മോഹൻലാൽ സ്പെഷ്യൽ ഇതാണ്. ഇന്നത്തെ ചോറ്റുപാത്രം ഇതാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. മോഹൻലാൽ സ്പെഷ്യൽ കരൾ വരട്ടി. അപ്പോൾ എല്ലാവരും കാണണേ. ഇത് കണ്ണിമാങ്ങയും കൂടെ പൊളി മാസ് കൊള്ളാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണേ. ബൈ.